ഇപ്പോൾ ഓയിലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്ന പാത്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ ട്രയലിനാണ് ശരിക്കും ഓയിലർ ഗ്രാഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാഫിലൊരു ട്രയൽ ഉണ്ടാവണം. ഇനി നമ്മൾ ഹാമിൽട്ടോണിയൻ ഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഹാമിൽട്ടോണിയൻ പാത്ത്. ഒരു ഗ്രാഫിൽ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് എല്ലാ വെർട്ടെക്സും എക്സാക്ട്ലി വൺസ് പാസ് ചെയ്യുന്ന ഒരു പാത്ത് ഗ്രാഫിൽ ഉണ്ടെങ്കിൽ we say that the graph is Hamiltonian. This graph, this is a Hamiltonian path. This graph contains a Hamiltonian path. U1, U2, U3, U4. ഇതൊരു ഹാമിൽട്ടോണിയൻ പാത്ത് ആണ്, ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സും കവർ ചെയ്യുന്ന. ഇനി ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. A Hamiltonian cycle is in a graph G is a cycle which contain every vertex of G. Every vertex of G. ഇവിടെ ഓർത്തിരിക്കാൻ ഒരു ഐഡിയ, ഈ എന്ന് പറഞ്ഞാൽ ഓയിലേറിയൻ എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം ഈ ആണ്. ഓയിലേറിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജും കവർ ചെയ്യുന്നതാണ്. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സും കവർ ചെയ്യുന്നതാണ്. അപ്പോ Hamilton cycle is a cycle which contains every vertex of G. A graph is said to be Hamiltonian. G is Hamiltonian if it contains a Hamiltonian cycle. Graph itself is Hamiltonian if it contains a Hamiltonian cycle. അപ്പോൾ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ അതിലൊരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഉദാഹരണമായിട്ട് this graph is Hamiltonian since it has a Hamilton cycle. ഇങ്ങനെ പോയിട്ട് ഇവിടെ തന്നെ എത്തിയാല് ഹാമിൽട്ടൺ സൈക്കിൾ ആയി. അപ്പൊ ഹാമിൽട്ടൺ സൈക്കിൾ ഉണ്ടെങ്കിൽ ഹാമിൽട്ടൺ പാത്ത് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ ലാസ്റ്റ് എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ മതി. ഇപ്പോ ഇത് ഈ ലാസ്റ്റ് എഡ്ജ് ഡിലീറ്റ് ചെയ്താല് നമുക്ക് ഹാമിൽട്ടൺ പാത്ത് കിട്ടും. അപ്പൊ every Hamilton cycle contains a Hamilton path, but converse need not be true. This is a Hamilton path, whereas this graph ഇതിൽ ഹാമിൽട്ടൺ പാത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതേസമയം ഇങ്ങനെയാണെങ്കിൽ ഹാമിൽട്ടൺ പാത്ത് ഉണ്ട്, എല്ലാ വെർട്ടെക്സും കവർ ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. This graph contain both a Hamilton path and a Hamilton cycle. കാരണം എഡ്ജ് എല്ലാം കവർ ചെയ്യണമെന്നില്ല, വെർട്ടെക്സ് എല്ലാം ഒരു തവണ കവർ ചെയ്താൽ മതി. ഹാമിൽട്ടൺ ഗ്രാഫിന് എക്സാമ്പിൾസ് സൈക്കിൾസ് ആണ്. അപ്പോൾ നമുക്കറിയാം 1 സൈക്കിൾസ് 2 സൈക്കിൾ ഒക്കെ ഹാമിൽട്ടോണിയൻ ആണ്. കാരണം 1 സൈക്കിൾ നമ്മൾ എങ്ങനെ പറയും അല്ലെ, ആ എൻ പോയിന്റ് സൈക്കിൾ ആകുമ്പോൾ അല്ലെ 1 സൈക്കിള് 2 സൈക്കിള് ഒക്കെ ഹാമിൽട്ടോണിയൻ ആണ്. 3 സൈക്കിൾ n cycles are Hamiltonian. n cycles are Hamiltonian. Next, a bigger Hamiltonian graph. An example is dodecahedron. Dodecahedron. ഇത് ഹാമിൽട്ടോണിയൻ സൈക്കിളിന് എക്സാമ്പിൾ ആണ്. 20 വെർട്ടെക്സ് ഉള്ള ഡോഡെക്കാഹീഡ്രൺ. ഡോഡെക്കാഹീഡ്രൺ എന്നാണ് പേര്. എങ്ങനെയാണ് ഡോഡെക്കാഹീഡ്രൺ വരക്കുക നോക്കാം. ഡോഡെക്കാഹീഡ്രൺ വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ 5 വെർട്ടെക്സ്, പീറ്റേഴ്സൺ ഗ്രാഫ് വരക്കുന്ന പോലെ ആദ്യം 5 വെർട്ടെക്സ്
കുറച്ച് ഗ്യാപ്പിൽ വരക്കുക. ഇതിന്റെ ഉള്ളിൽ വീണ്ടും 5 വെർട്ടെക്സ്. ഇതിന് നേരെ തന്നെ വരക്കുക. 1 2 3 4 5. ഇതിന്റെ നേരെ തന്നെ അടുത്തായിട്ട് 5 വെർട്ടെക്സ്. ഇനി ഇതിന്റെ ഇടയിലായിട്ട് വീണ്ടും 5 വെർട്ടെക്സ്. 1 2 3 4 5. ഇനി നോക്കുക, ആദ്യം നമ്മൾ ഏറ്റവും പുറത്തുള്ള 5 എണ്ണം തമ്മിൽ കണക്ട് ചെയ്യാം, പെന്റഗൺ പോലെ. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി അടുത്ത് നമ്മള് ഇതിന്റെ നേരൊരു വെർട്ടെക്സ്, ഇതിന്റെ നേരൊരു വെർട്ടെക്സ്, ഈ ഗ്യാപ്പിലുള്ള വെർട്ടെക്സുകളുടെ ഇതിന്റെ നേരെ വെർട്ടെക്സ്, ഇതിന്റെ നേരെ വെർട്ടെക്സ്, ഇതിന്റെ നേരെ വെർട്ടെക്സ്, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി ഇതാ ഇങ്ങനെ 5 വെർട്ടെക്സുകളുടെ കൂട്ടങ്ങളായിട്ട് 5 സൈക്കിൾസ് ആയിട്ട്, 4 സൈക്കിൾസ് ഉണ്ടാവും അല്ലെ, 4 സൈക്കിൾസ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്കും ജോയിൻ ചെയ്യും. This is the dodecahedron. Now എങ്ങനെയാണ് ഇതിലൊരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഫോം ചെയ്യാൻ നോക്കാം. ഈ ഡോഡെക്കാഹെഡ്രോണിന്റെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ എങ്ങനെ ഉണ്ടാവാൻ നോക്കാം. ഇവിടുന്ന് തുടങ്ങാം. 1 2 3. ഇനി ഈ കംപ്ലീറ്റ് ആക്കാം. 4 5 6. അത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഇതിന്റെ തൊട്ടടുത്തുള്ള ഇത് 7 8 9. ഇത് കഴിഞ്ഞു. 10 11 12 13 14 15 16 17 18 19 20 again 1. This is the Hamiltonian cycle in this graph. Okay. Next is a definition or maximal non-Hamiltonian graph. A graph is maximal non-Hamiltonian if it is not Hamiltonian but can be made Hamiltonian by addition of an edge. So this graph is maximal non-Hamiltonian because if we add one more edge, it becomes Hamiltonian. This graph is maximal non-Hamiltonian ആവോ? കാരണം ഈ എഡ്ജ് ആഡ് ചെയ്താല് ഇതിങ്ങനെ ഒന്ന് ഹാമിൽട്ടോണിയൻ ആവില്ല. ഈ എഡ്ജ് വരണം എന്നാലേ ഇത് maximal Hamiltonian ആവുള്ളൂ. 2. Yes, this is maximal non-Hamiltonian graph. This graph itself is maximal non-Hamiltonian because if we add this edge only, it becomes Hamiltonian. No, the Hamiltonian allalo. ഹാമിൽട്ടോണിയൻ ആവണമെങ്കിൽ ഈ ഒരു എഡ്ജ് കൂടിയും ആഡ് ചെയ്യണം. അപ്പോൾ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ ഹാമിൽട്ടോണിയൻ ആവുമെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് സെഡ് ടു ബി മാക്സിമൽ നോൺ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. നോ നമുക്കറിയാം 6 വെർട്ടെക്സിലെ സ്റ്റാർ ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫ്. ഇതിന്റെ കൂടെ this is
maximal non-Hamiltonian because നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ട്രയാങ്കിളിലൂടെ രണ്ടാമത്തെ ട്രയാങ്കിളിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ? അപ്പോൾ 1 2 3 4 5 6 8 ജോഡി ഉണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ ആയി. സോ ഇറ്റ്സ് എ മാക്സിമൽ non-Hamiltonian graph. നെക്സ്റ്റ് ഈസ് എ തിയറം. തിയറത്തിന്റെ പ്രൂഫ് ആവശ്യമില്ല, പക്ഷെ ആ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കണം. ഇതാണ് തിയറം. If G is a simple graph with n vertices, n greater than or equal to 3, and degree of V greater than or equal to n by 2 for every vertex of G. Then G is Hamiltonian. And G is Hamiltonian. ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി n/2 അതിൽ കൂടുതലാണെങ്കിൽ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ് എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. Next is a theorem. Next theorem is very important. Let G be a simple graph and let U and V be non-adjacent vertices. Vertices of G is that D of U plus D of V greater than or equal to n. Let G plus UV is the super graph obtained by adding the edge UV to the graph. Obtained by adding edge UV to G. Then G is Hamiltonian if and only if G plus UV is Hamiltonian. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറം ഓർത്തിരുന്നാൽ മതി, ഇതിന്റെ പ്രൂഫും വേണ്ട. ഒരു ഗ്രാഫ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗ്രാഫ് അതുകൂടി പറയാം. ഇങ്ങനെ ഈ പ്രോസസ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്രാഫിന് ക്ലോഷർ എന്ന് പറയാം. നോക്കാം, ക്ലോഷർ ഓഫ് എ ഗ്രാഫ്. നെക്സ്റ്റ് ഹെഡിങ് എന്നിട്ട് പറയാം ക്ലോഷർ ഓഫ് എ ഗ്രാഫ്. എന്താണ് ക്ലോഷർ ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്? Let G be a simple graph U1 V1
be non-adjacent vertices. Non-adjacent vertices such that b of u1 plus b of v1 greater than or equal to n. Join UV. Join U1 V1 G1 equal to G plus U1 V1. If U2 V2 are non-adjacent vertices in G1 with D of U2 plus D of V2 greater than or equal to N, join U2 V2, let G2 equal to G1 plus U2 V2. Continuing this way, we get a graph in which no such pair exists. The resulting graph is called a closure of G. It is denoted by C. എങ്ങനെയാണ് ഒരു ഗ്രാഫിന്റെ ക്ലോഷർ കാണുക എന്ന് This is the graph. Obviously, this is a Hamiltonian graph. This means നമുക്ക് എല്ലാ വെർട്ടെക്സും കവർ ചെയ്യുന്ന ചുറ്റും ഇതുണ്ടല്ലോ. പക്ഷെ ഈ ഗ്രാഫിന്റെ ക്ലോഷർ എങ്ങനെയാണ് നോക്കാം. ഈ ഗ്രാഫിൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? 6. നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു പെയറാണ് ഇതും ഇതും. ഇതും നോക്കാം. ഇതിന്റെ തമ്മിൽ ഇതിന്റെ രണ്ടിന്റെ ഡിഗ്രി രണ്ടും 4 കിട്ടുള്ളൂ. അത് വേണ്ട. ഇതും ആഡ് ചെയ്ത് എത്ര കിട്ടും? 6 കിട്ടുമ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. റൈറ്റ്. ഇതും പറ്റില്ല. ഇതും ഇനി ഇതും ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 4. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? അപ്പോ ഇത് നമ്മളെ U1 V1 ആയിട്ട് ഇതാണ് ആഡ് ചെയ്തത്. അടുത്ത U2 V2 ഇതിനായിട്ട് ആഡ് ചെയ്യുക. ഇത് തമ്മിലെ ഡിഗ്രി ഇത് 4 × 6. അപ്പൊ ഇത് ആഡ് ചെയ്യുക. ഇനി ഇപ്പൊ ഇത് 3 ആയി. ഇനി ഏതാണ്? ഇത് 4, ഇത് 2. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യും. ഇത് 3 ആയി. ഇത് 3. അപ്പൊ ഇങ്ങനെ വരും. ഇത് 4, ഇത് 2. അപ്പൊ ഇങ്ങനെ വരും. ഇത് 3. ഇത് 4. അപ്പോ ഇങ്ങനെ വരും. ഇനി ഏതെങ്കിലും നമ്മൾ കണ്ടോ? ദിസ് ദ കംപ്ലീറ്റ് ഗ്രാഫ്
with the vertices. ഏതെങ്കിലും vertex adjacent അല്ലാത്ത ഉണ്ടാവില്ല. This is a complete graph with the vertex is K6. So closure of that graph, ഏതായിരുന്നു ഗ്രാഫ്? ഈ ഗ്രാഫിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രാഫ് ഇതില്ല. This graph ഈ ഗ്രാഫിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാല് K6 ആണെന്ന് കിട്ടും. ഇപ്പോ നമുക്കൊരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ് നോക്കണമെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഗ്രാഫ് ഒക്കെ ഹാമിൽട്ടോണിയൻ ആണ്. അപ്പൊ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആവണമെങ്കിൽ അതിന്റെ ക്ലോഷർ ഹാമിൽട്ടോണിയൻ ആവണം. തിയറം. ആ തിയറത്തിന്റെ പ്രൂഫും ഓർത്തിരിക്കുക. തിയറം graph G is Hamiltonian if and only if its closure of G is Hamiltonian. നമ്മൾ സീക്വൻഷ്യൽ ആയിട്ടാണ് ചെയ്യുക. സോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സപ്പോസ് G is Hamiltonian. C of G is the super graph of G. കാരണം കുറച്ചുകൂടിയും എഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഗ്രാഫാണ്. or underlying graph G തന്നെയാണ്. Therefore it is Hamiltonian. Next, suppose C of G is Hamiltonian. C of G യിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുക നമുക്കറിയാം. ജിയിൽ നിന്ന് G1, G2, etc. GK അങ്ങനെ ആ പ്രോസസ്സിലാണ് കിട്ടുന്നത്. Let G, G1, G2, etc. GK equal to C of G. The graphs obtained in closure procedure. ക്ലോഷർ പ്രൊസീജിയർ ഓരോ ഗ്രാഫ് ആയിട്ട് ഇറക്കണായിരിക്കും നല്ല കേട്ടോ. പറഞ്ഞല്ലോ. Then GK equal to GK minus 1 plus UV, where UV and V are some non-adjacent vertices in GK minus 1, where U, V are non-adjacent vertices with B of U, B of V greater than or equal to N. Then by theorem, then GK minus 1 is Hamiltonian. നമ്മള് തൊട്ടുമുമ്പ് തീർത്ത് പറഞ്ഞു. Similarly, continuing, G ഇങ്ങനെ ഓരോ എഡ്ജ് ഇങ്ങനെ കുറഞ്ഞ് ജിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. GK minus 1 എന്ന എഡ്ജ് വെച്ചാൽ GK minus 2ലേക്ക് എത്താൻ പറ്റും. അങ്ങനെ G1, Gയിലേക്ക് ലാസ്റ്റ് എത്താൻ പറ്റും. Therefore is the proof and this proof
is important. This so next ഇതിന്റെ ഒരു corollary is let G be a graph on n vertices, simple graph n greater than or equal to 3. If E of G equal to K, then G is Hamiltonian. N Hamiltonian ആണ് നമുക്കറിയാം. N Hamiltonian ആയതുകൊണ്ട് C of G Hamiltonian. C of G Hamiltonian ആണെങ്കിൽ G Hamiltonian ആണെന്ന് മുകളിലുള്ള തിയറം പറയുന്നുണ്ട്. G is Hamiltonian if and only if C of G is Hamiltonian. അപ്പൊ ഇതാണ് നമ്മൾക്ക് ഒരു വലിയ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഐഡിയ. നമ്മൾ ഈ ഐഡിയയിൽ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് വരക്കാവുന്ന ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ആവുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് എങ്ങനെ കംപ്ലീറ്റ് ഗ്രാഫായി മാറിയാല്, അതിന്റെ ക്ലോഷർ കംപ്ലീറ്റ് ഗ്രാഫായി മാറിയാല്, ഉദാഹരണമായിട്ട് ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണ്. ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. 1ഉം 2ഉം ആഡ് ചെയ്താല് ക്ലോഷർ നമുക്ക് ഇവിടുന്ന് കിട്ടും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം 5. അപ്പൊ ഇത് നോൺ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് നോക്കാം. ഇത് 2ഉം ഇത് 1ഉം 3 ആവുള്ളൂ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഫർദർ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഹാമിൽട്ടോൺ ചെറിയ ഗ്രാഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാമിൽട്ടോണിയൻ സൈക്കിൾ നേരിട്ട് കാണാൻ പറ്റും. അപ്പൊ ഹാമിൽട്ടോണിയൻ സൈക്കിളിനെ കുറിച്ച് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡിയയിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. If G is Hamiltonian, show that no cut vertex. ഷുവർ ആണ്, കാരണം കട്ട് വെർട്ടെക്സ്, if G has cut vertex, it has no cycles. No cycles means it has no Hamiltonian cycles. So the graph is not Hamiltonian, right? ഇങ്ങനെ നമുക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ആൻസർ പറയാം. Find the closure of the graph. ഇതിന്റെ ക്ലോഷർ കാണാന്ന് പറഞ്ഞാൽ ഇതിലേതൊക്കെ അഡ്ജസ്റ്റന്റ് ഇല്ലാത്ത വെർട്ടെക്സുകൾ, അത് ഇതും അഡ്ജസ്റ്റന്റ് അല്ല. ഇതിൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? 6. ഇതിന്റെ ഡിഗ്രി 3, ഇതിന്റെ ഡിഗ്രി 3. അപ്പൊ ഇതും അഡ്ജസ്റ്റന്റ് ആക്കണം. അപ്പോ പുതിയ എഡ്ജസ് വരുന്നത് ഇങ്ങനെ ഒരു എഡ്ജ് വരും. ഇത് 4, ഇത് 3, ഇങ്ങനെ എഡ്ജ് വരും. പിന്നെ വരാ ഇവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വരും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ട് വരും, പിന്നെ ഇതുമായി, പിന്നെ
This will be the complete graph, and if the closure is complete, so the graph is Hamiltonian. Check what is the closure of this graph. ഈ ഗ്രാഫിന്റെ ക്ലോഷർ എന്താണെന്ന് ഫൈൻഡ് സീറോ ഒന്ന് വരച്ചു നോക്കുക.